നമുക്ക് അന്തർദേശീയ വാർത്തകളിലേക്ക് പോകാം. കൃഷ്ണേന്ദു, എന്താണ് അന്തർദേശീയ തലത്തിൽ നമുക്കറിയാം വളരെ കാലമായി, അതായത് 10 മാസത്തിലേറെയായി ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ ഈ സീസ് ഫയർ, അതായത് വെടിനിർത്തൽ ചർച്ചകളും പീസ് ടോക്സും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്ക, ഈജിപ്ത്, ഖത്തറൊക്കെ മുന്നിലെത്തി ഇതിനു വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുകയാണ്. അപ്പോൾ എന്തായാലും ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പീസ് ടോക്സ് ഹമാസ് നിരസിച്ചിട്ടുണ്ട്. കാര്യം അത് അമേരിക്ക ഇസ്രായേലിനെ ഫേവർ ചെയ്തിട്ടാണ് ഈ ഒരു കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് എന്താണ് ഹമാസ് ഇത് നിരസിച്ചു. അപ്പോൾ അതേസമയം ഈ ഒരു പീസ് ടോക്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന അതേസമയം ഞായറാഴ്ച ഇസ്രായേലും ഹിസ്ബുല്ലയും തമ്മിൽ വലിയ തോതിലുള്ളൊരു അക്രമം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന്റെ വിഷ്വൽസ് ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പോൾ നമുക്കൊപ്പം സ്റ്റീഫൻ ചേരുന്നു ഇസ്രായേലിൽ നിന്നും. സ്റ്റീഫൻ, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. യെസ് സ്റ്റീഫൻ, ഇപ്പോൾ എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ? കാര്യം ഒരു എമർജൻസി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ അതേ തുടർന്നുള്ള വിശേഷങ്ങളൊക്കെ എന്താണ്? ഇവിടെ ഇപ്പം 48 hours എമർജൻസി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓക്കേ, പറഞ്ഞോളൂ, കേൾക്കാം. 48 hours എമർജൻസിയാണ്. അപ്പം ഇന്നലെ വെളുപ്പിനെയൊക്കെ ഭയങ്കരമായിട്ട് ബോംബിംഗ് ഉണ്ടായിരുന്നു. പിന്നെ അത് ഒരു ഉച്ചയോടെ ഏകദേശം കുറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനുശേഷം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ കാഷ്വാലിറ്റീസും വളരെ കുറവാണ്. നല്ല ബോംബിംഗ് ആയിരുന്നു. കാര്യം ഇന്നലെ വെളുപ്പിനെയൊക്കെ ഭയങ്കര ബോംബിംഗ് ആയിരുന്നു. പിന്നെ ഈ പറഞ്ഞ ഒരു ജിയോഗ്രാഫിക്കൽ സ്ട്രക്ചർ അനുസരിച്ചിട്ട് ഈ പറഞ്ഞ ഈ ബോർഡറിൽ വലുതായിട്ട് ഈ പറഞ്ഞ ആൾക്കാർ വലുതായിട്ട് ഉള്ളൊരു സ്ഥലമല്ല. അതായത് മറ്റുള്ള പട്ടണം പോലെ ഉള്ളൊരു സ്ഥലമല്ല ഈ പറഞ്ഞ ബോർഡർ, ഈ പറഞ്ഞ സ്ഥലം. അതുകൊണ്ട് വലിയ കാഷ്വാലിറ്റീസ് ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ കുറച്ച് മലയാളീസ് അവിടെ ഉണ്ട്. മീൻസ് അഗ്രികൾച്ചർ വിസയിൽ വന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ അന്വേഷിച്ചപ്പോൾ അവരൊക്കെ സേഫ് ആണ്. വേറെ വലിയ പ്രശ്നങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഭയങ്കര ബോംബിങ് ഇന്നലെ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇന്ന് ഇതുവരെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പൊ ഇവിടെ ഏർലി മോർണിംഗ് ആണ്. ഇപ്പൊ ഇവിടെ ഇതുവരെ വേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ഗവൺമെന്റ് തലത്തിൽ എന്തെങ്കിലും പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ടോ സ്റ്റീഫൻ? നമുക്ക് അതിനെ കുറിച്ചുള്ള വിവരങ്ങൾ എന്താണ്? ഗവൺമെന്റ് തലത്തിൽ എന്ന് പറഞ്ഞാല് ഇതുവരെ ഇവിടെ എല്ലാരും സേഫ് ആണ്. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാര്യം എന്നാലും പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളിൽ കുറച്ച് ആൾക്കാരുണ്ട്. അവര് ഇത്തിരി പാനിക്കാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടൈമില് നമ്മുടെ കൊല്ലത്തുണ്ടായിരുന്ന ഒരാള് ഈ പറഞ്ഞ കണക്ക് ഇതിനു മുമ്പൊരു പ്രശ്നം ഉണ്ടായിരുന്ന സമയത്ത് ഒരാൾ മരിച്ചിട്ടുണ്ടായിരുന്നു. കാര്യം ബോർഡർ സൈഡിൽ കുറച്ച് ഈ പറഞ്ഞ കണക്ക് ഫാമിൽ കുറച്ച് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്? മലയാളികളുടെ ഒരു ഗ്രൂപ്പ്, നിങ്ങളുടെ ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ടോ അവിടെ? ഞങ്ങളുടെ കുറെ വാട്സാപ്പ് കൂട്ടായ്മയും പിന്നെ ഞങ്ങളുടെ കുറെ ഫ്രണ്ട്സ് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ഞങ്ങൾ എപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നുള്ളൊരു ഒരു ഭയം മാറ്റുന്നുണ്ടല്ലോ അല്ലെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും? വേറൊന്നല്ല, ലാസ്റ്റ് ടൈമില് ഒരാള് മരിച്ചുകൊണ്ടുള്ളൊരു പ്രശ്നം മാത്രമേ അങ്ങനെ പേടിയും അങ്ങനെ പ്രശ്നങ്ങളും. പിന്നെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാനും പറ്റാത്തൊരു സാഹചര്യമാണ്. ഓക്കെ, ശരി, വളരെയധികം നന്ദി. പിന്നെ പറഞ്ഞോളൂ. പിന്നെ ഈ പറഞ്ഞ ഇപ്പം ഫ്ലൈറ്റ്സ് എല്ലാം ക്യാൻസൽഡ് ആയി. അപ്പൊ ആൾക്കാർക്ക് പോകാനും പറ്റാത്തൊരു സാഹചര്യമാണ്. ഈ നാട്ടിലേക്ക് വരാനൊക്കെ ആലോചിക്കുന്നുണ്ടോ ആരെങ്കിലും ഒക്കെ? പിന്നെ ഇനിയിപ്പം ഓണമൊക്കെ വരുന്നല്ലേ. അപ്പം അങ്ങനെയൊക്കെ കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം ഇന്നലെയൊക്കെ പോയൊരു ഓൾറെഡി എയർ ഇന്ത്യ ക്യാൻസൽഡ് ആണ്. പിന്നെ അത് കൂടാതെ തന്നെ ഇപ്പം ഇന്നലെ പോകാനായിട്ടിരുന്ന ആൾക്കാരൊക്കെ എത്യോപ്യൻ ഫ്ലൈറ്റ്സ് ഒക്കെ ആയിരുന്നു. അതൊക്കെ എയർപോർട്ടിൽ വെച്ച് ഇവിടെ എയർപോർട്ടിൽ ചെന്നപ്പോഴത്തേനാണ് ഫ്ലൈറ്റ് ക്യാൻസൽ ആയി. പിന്നെ അവരൊക്കെ തിരിച്ചു വന്നു. കാര്യം 48 hours എമർജൻസി ഡിക്ലെയർ ചെയ്തുകൊണ്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട്. അപ്പം അങ്ങനെയും പ്രശ്നങ്ങളുണ്ട്. ശരി, തീർച്ചയായിട്ടും വളരെയധികം നന്ദി സ്റ്റീഫൻ, ഞങ്ങൾക്ക് അപ്ഡേറ്റ്സ് തന്നെ. ഇസ്രായേലിൽ നിന്നും സ്റ്റീഫനാണ് നമ്മളോടൊപ്പം ചേർന്നത്. എന്തായാലും ഇപ്പോൾ സമാധാനപരമാണ് കാര്യങ്ങൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിരവധി മലയാളികളുണ്ട്, അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബന്ധപ്പെടുന്നുണ്ട്.